നമസ്കാരം. പ്രധാന വാർത്തകൾ. ബജറ്റിൽ യുവതി-യുവാക്കളെ പൂർണ്ണമായി അവഗണിച്ചു എം.എ. റഹീം എം.പി. എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റ്. അംബാനി, അദാനി പോലുള്ളവർക്ക് നിരാശയുണ്ടാവില്ല എം.എ. ബേബി. സാക്ഷി മാലിക്കിനെയും വിനേഷ് ഫോഗോട്ടിനെയും മനഃപൂർവ്വം മറന്നതോ? സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യമെന്ന് നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. ബജറ്റ് നിരാശാജനകമാണെന്നും ബജറ്റിൽ യുവതി-യുവാക്കളെ പൂർണ്ണമായി അവഗണിച്ചുവെന്നും എം.എ. റഹീം എം.പി. പറഞ്ഞു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് എന്തുകൊണ്ട് സഭയിൽ വെച്ചില്ല? ധിക്കാരമാണ് കേന്ദ്ര സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. വിഷലിപ്തമായ വർഗീയത കൊണ്ട് ജയിക്കാം എന്നാണ് വിചാരമെന്നും കൂട്ടിച്ചേർത്തു. കേരളത്തിന് കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ലെന്ന് CPIM എം.പി. എം.എ. ബേബി. എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും അംബാനി, അദാനി പോലുള്ളവർക്ക് നിരാശയുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അംബാനിക്കും അദാനിക്കും വേണ്ടി കരാർ പണിയെടുത്ത് നൽകാനായി കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ നരേന്ദ്രമോദി ചെയ്തു വന്ന കാര്യങ്ങൾ ഈ ബജറ്റിലും കാണാം. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടില്ല. സ്ഥിതിവിവരണ കണക്കുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി കായിക വാർത്ത. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് രാജ്യത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ മെഡൽ നേട്ടത്തെക്കുറിച്ചും. ധനമന്ത്രി പ്രതിപാദിച്ച ഇതേ ഇന്ത്യയിൽ തന്നെയാണ് ഗുസ്തി താരങ്ങൾ ലൈംഗിക ആരോപണം ചൂണ്ടിക്കാട്ടി ദേശീയ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ തെരുവിൽ പ്രതിഷേധം നടത്തിയത്. റോഡരികിൽ ഇന്ത്യയുടെ അഭിമാനമായ കായിക താരങ്ങൾ രാപ്പകലില്ലാതെ നീതിക്കായി പ്രതിഷേധിച്ചപ്പോൾ ഈ പറയുന്ന മോദി സർക്കാരോ ഒരു സ്ത്രീയോ നിർമ്മല സീതാരാമനോ ഒരു വാക്ക് പോലും പ്രതികരിച്ചിരുന്നില്ല. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.